അടുത്തത് ലാബ് 9.2 ലോക്കസ് ഓഫ് എ പോയിൻറ്റ് മൂവിങ് ഈക്വിഡിസ്റ്റൻറ്റ് ഫ്രം 2 ഗിവൺ പോയിൻറ്റ്സ്. അപ്പോൾ 2 പോയിൻറ്റ്സിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യുന്ന ഒരു പോയിൻറ്റിൻ്റെ പാത്ത് എന്തായിരിക്കും എന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനായിട്ട് നമുക്കറിയാം 2 പോയിൻറ്റ്സ് ഞാൻ എടുത്തു, എ എന്നുള്ള പോയിൻറ്റ്, ബി എന്നുള്ള പോയിൻറ്റ്. നമുക്ക് ഈ ലൈൻ സെഗ്മെൻറ്റ് വെച്ച് എ ബി ഒന്ന് ജോയിൻ ചെയ്താൽ ലൈൻ സെഗ്മെൻറ്റ് കിട്ടി. ഇനിയും ഇതിൻ്റെ ലെങ്ത് നമുക്കൊന്ന് നോക്കാം. ലെങ്ത് നോക്കാനായിട്ട് ലെങ്ത് എന്നുള്ള ടൂൾ ആക്റ്റീവാക്കി, ലെങ്ത് ആക്റ്റീവായി ഈ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്തു, നമുക്ക് 8.32 വന്നു. ഇനി ഞാൻ ചെയ്യുന്ന ഈ ലൈൻ സെഗ്മെൻ്റ് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. അത് വരയ്ക്കാൻ നമുക്കറിയാം. ഇപ്പോൾ 8.32 ഇതിനെ മോർ ദാൻ ഹാഫ് എടുത്ത് ഒരു ആർക്ക് വരയ്ക്കുക, അതുപോലെ ഇപ്പുറത്തൊന്നും വരയ്ക്കുക. ഇപ്പോൾ ഇവിടെ 8, ഇപ്പോൾ ഞാനൊരു മോർ ദാൻ ഹാഫ് 5 എടുക്കാം. ഒരു ആർക്കിന് പകരം നമ്മൾ സർക്കിളാണ് നോക്കുന്നത്. സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ്. അപ്പോൾ എ സെൻറ്റർ ആക്കിക്കൊണ്ട് റേഡിയസ് 5 യൂണിറ്റ്സ് ഞാൻ കൊടുത്തു, സർക്കിൾ വരച്ചു. ഇതുപോലെ തിരിച്ചും ബിയിൽ റേഡിയസ് 5 ആയിക്കൊണ്ട് സർക്കിൾ വരച്ചു. ഇതിന് ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിച്ചാൽ ഈ സർക്കിളും ഈ സർക്കിളൂടെ. ഇനി നമുക്ക് ഈ സർക്കിളിൻ്റെ ആവശ്യമില്ല, റൈറ്റ് ക്ലിക്ക് കൊടുത്തു, ഒന്ന് ഹൈഡ് ചെയ്യാം, ഷോ ഒബ്ജക്റ്റ് കൊടുത്താൽ മതി. ഇവിടെ അതുപോലെ റൈറ്റ് ക്ലിക്ക്, ഷോ ഒബ്ജക്റ്റ്. ഇനി ലൈൻ സെഗ്മെൻറ്റ് വെച്ച് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ലൈൻ വെച്ച് ജോയിൻ ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് വേണമെങ്കിൽ ലൈൻ സെഗ്മെൻറ്റ് വെച്ചിട്ട് ഈ ഡിസ്റ്റൻസ് നോക്കാം, അതുപോലെ ഇപ്പുറത്തെ ഡിസ്റ്റൻസ് നോക്കാം. അതിനുവേണ്ടി ലെങ്ത് ടൂൾ എടുത്തു, ഇത് നോക്കി 5, ഇത് നോക്കി 5. അതുപോലെ അടുത്തത് വേറൊരു പോയിൻ്റ് യൂസ് ചെയ്ത്, ഈ പോയിൻ്റ് യൂസ് ചെയ്താൽ ഈ ഡിസ്റ്റൻസുകൾ നോക്കാം. ലെങ്ത് ടൂൾ ആക്റ്റീവാക്കി, ക്ലിക്ക് ചെയ്തു 5, ഇത് ക്ലിക്ക് ചെയ്തു 5. വീണ്ടും നമുക്കൊരു പോയിൻ്റ് യൂസ് ചെയ്യാം. പോയിൻ്റ് ഓൺ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഒരു പോയിൻ്റ് ഇവിടെ ചൂസ് ചെയ്തു. ദെൻ ലൈൻ സെഗ്മെൻറ്റ് എ മുതൽ ഈ പോയിൻ്റ് വരെ, അതുപോലെ പോയിൻ്റ് ബി. ഇവിടെ നമുക്ക് ആ ലെങ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നോക്കിയാൽ 6.08, 6.08. ഇപ്പോൾ 5 ഈക്വിഡിസ്റ്റൻ്റ് ആണ്. ഈ 2 പോയിന്റിൽ നിന്ന് ഈക്വിഡിസ്റ്റൻ്റ് ആണ്. അങ്ങനെ വരുന്ന ഈ പോയിന്റുകളെല്ലാം കൂടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൈസെക്ടർ ആയിരിക്കും എന്നാണ് നമുക്കറിയാവുന്നത്. ഇത് വെച്ചാണ് നമുക്ക് ഒരു ആക്ടിവിറ്റി നോക്കേണ്ടത്. ഈ പറഞ്ഞ പോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ലോക്കസ് ഓഫ് എ പോയിൻറ്റ് മൂവിങ് ഈക്വിഡിസ്റ്റൻ്റ് ഫ്രം 2 ഗിവൺ പോയിൻറ്റ്സ്, ഇങ്ങനെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ലൈൻ സെഗ്മെൻറ്റ് എ ബി വരയ്ക്കുന്നു. അതിനായിട്ട് ഞാൻ ഈ ആക്സിസ് ഒന്ന് ഹൈഡ് ചെയ്തു, ഗ്രിഡും ഒന്ന് ഹൈഡ് ചെയ്തു. 2 പോയിൻറ്റ്സ് ചൂസ് ചെയ്ത് ഞാൻ 2 പോയിൻറ്റ്സ്, ഫിക്സഡ് ആയിട്ടുള്ള 2 പോയിൻറ്റുകൾ. അതിനുശേഷം ലൈൻ സെഗ്മെൻറ്റ് ടൂൾ വെച്ച് ജോയിൻ ചെയ്തു എ ബി. ഇനിയും ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് എ സെൻറ്ററാക്കി ഒരു റേഡിയസ് ഉള്ള ഒരു പർട്ടിക്കുലർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുന്നു. അതുപോലെ ബിയിലും. അതിനുവേണ്ടി ഞാനൊരു സ്ലൈഡർ ചൂസ് ചെയ്യുന്നു, നമ്പർ സ്ലൈഡർ എ. അതിൻ്റെ നെഗറ്റീവ് വരത്തില്ല, കാരണം നമ്മൾ റേഡിയസാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. മിനിമം 0 കൊടുത്തു, മാക്സിമം ഒരു കാര്യം ചെയ്യാം, എത്ര വേണമെങ്കിലും കൊടുക്കാം, 10 എന്ന് കൊടുത്തു. ഇൻക്രിമെൻറ്റ് വേണമെങ്കിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെങ്കിൽ 0.01 എന്ന് ഞാൻ കൊടുത്തു. ഇനി ഒരു സർക്കിൾ ചൂസ് ചെയ്യുന്നു, സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ്. സെൻറ്റർ അറ്റ് എ, റേഡിയസ് നമ്മൾ ഈ എടുത്ത സ്ലൈഡർ, അതായത് എ. ഇതേപോലെ ബിയിലും സെൻറ്റർ ബി, റേഡിയസ് ഈ പറഞ്ഞ എ. ഇനി നമ്മളിത് ഈ സ്ലൈഡർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിലാക്കാം. അതിനുവേണ്ടി സ്ലൈഡർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെ കിട്ടി. ഇനി നമുക്കിവിടുന്ന് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഒന്ന് കണ്ടുപിടിക്കാം. ഈ 2 സർക്കിളുകളുടെ
പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടി, ക്ലോസ് ചെയ്തു. അതിനുശേഷം ഈ സർക്കിളുകൾ ഞാൻ അങ്ങ് ഹൈഡ് ചെയ്യുന്നു. ഷോ ഒബ്ജക്റ്റ് കൊടുത്താൽ മതി, സർക്കിളുകൾ പോയി. ഇനി നമുക്ക് ഈ പോയിൻ്റ് വേണമെങ്കിൽ കളറൊന്ന് മാറ്റി കൊടുക്കാം. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്, കളറൊന്ന് മാറ്റി ഒരു കളർ കൊടുത്തു. ഇതേപോലെ ഇതിൻ്റെ കളറൊന്ന് മാറ്റി ആ സെയിം കളർ കൊടുത്തു. ഇനിയും ഈ പോയിൻ്റ്, ഇതാണ് നമുക്ക് 2 പോയിൻ്റ് കിട്ടിയത്. ഇത് ട്രേസ് ചെയ്ത പാത്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ട്രേസ് ഓൺ കൊടുക്കുക. ഇവിടെ അതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക്, ട്രേസ് ഓൺ. അതിനുശേഷം നമ്മൾ സ്ലൈഡറിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, അനിമേഷൻ ഓൺ കൊടുക്കുക. ഇതാണ് നമ്മുടെ ലോക്കസ്. ഇപ്പോൾ ഇവിടെ ഇൻക്രിമെൻറ്റ്, ഈ ഡോട്ടഡ് കാണുന്ന ഇൻക്രിമെൻറ്റ് നമ്മൾ 0.01 കൊടുത്തുകൊണ്ടാണ്. അത് വേണേൽ കുറച്ചൊന്ന് കൂട്ടാം, ഇൻക്രിമെൻ്റ് ഒന്ന് കൂട്ടാൻ. അതിൻ്റെ കാര്യം ചെയ്യണം, ഓപ്ഷൻസിൽ ആദ്യം ഇങ്ങനെ ചെയ്യണം, റൗണ്ടിങ് ഒരു 4 പ്ലേസ് ആക്കാം. ഇനിയും ഇത് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ ഇവിടെ ഇൻക്രിമെൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഇൻക്രിമെൻ്റ് നമുക്ക് പോയിൻ്റ് ഇച്ചിരി കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡോട്ടഡ് ലൈൻസിൽ നിന്ന് മാറ്റാൻ പറ്റും. 0.1 കൊടുത്തി. നമുക്ക് അനിമേഷൻ ഒന്ന് കൊടുക്കാം. കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നേരത്തെ ആയിട്ട് കുറച്ചുകൂടെ ആയിട്ട് കിട്ടും. ഇതായിരുന്നു നമുക്കുള്ള ആക്ടിവിറ്റി. അതായത് അനിമേഷൻ കൊടുത്ത് നമുക്ക് ഇതിൻ്റെ പാത്ത് കിട്ടി. ഇതൊരു ബൈസെക്ടർ ആയിരിക്കും. ഇനി വേണമെങ്കിൽ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം. ഇതിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തു, കൺട്രോൾ F കൊടുത്താൽ ട്രേസ് പോവും, തിരിച്ചു പോവും. പിന്നെ ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് കൊടുത്തു, ട്രേസ് ഓഫാക്കി. ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് കൊടുത്തു, ട്രേസ് ഓഫാക്കി. അതിനുശേഷം നമുക്കിവിടെ ടൂൾ, നമ്മൾ നേരത്തെ പഠിച്ചാണ് ഒരു ലോക്കസ് ടൂൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലോക്കസ് ടൂൾ ക്ലിക്ക് ചെയ്യുക. ഈ സ്ലൈഡറിലൊന്ന് ക്ലിക്ക് ചെയ്തു, ഈ പോയിന്റിലൊന്ന് ക്ലിക്ക് ചെയ്തു. അതേപോലെ വീണ്ടും സ്ലൈഡർ ഓൾറെഡി ക്ലിക്ക് ചെയ്തതാണ് ഈ പോയിന്റ് കണ്ടു. അപ്പോഴും നമുക്ക് ഈ പറഞ്ഞ ലോക്കസ് കിട്ടും. ഇതായിരുന്നു നമ്മുടെ ആക്ടിവിറ്റി 9.2. ഓക്കെ.